രുദ്രങ്കിയെ എനിക്ക് തന്നതുകൊണ്ട് ഭീംറാവ് ദേശ്മുഖ് നിങ്ങൾക്കെല്ലാം വീണ്ടും തിരിച്ചു തരികയാണ്. ഈ വെള്ളം കുടിച്ച് ജീവിക്കുക മക്കളെ. My ego will never be satisfied even after my death. My name is Bhimrao Deshmukh. I am the god. പോയിട്ട് വരാട്ടാ. എന്നോട് ക്ഷമിക്കണം രുദ്രങ്കി. നമ്മൾ വീണ്ടും കാണും. നമസ്കാരം യജമാനെ. കൂനി കൊരഞ്ചിപ്പോ ചത്തുപോ. ഏട്ടൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവുന്നാണോ? രുദ്രങ്കി എനിക്കുള്ളതാ. Rudrangi belongs to me. When power needs something, then that power will set everything. And you know, power is always powerful. നീ രണ്ട് കണ്ണുകൾ കൊണ്ടാടി എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയേ. നല്ല മൺവാസനയുണ്ട്. നാടോട് നാടുകളായി കറങ്ങി നടന്നു. എത്രയോ അധികം സുന്ദരിമാരെ ഞാൻ അനുഭവിച്ചു. പക്ഷേ നിന്നെ പോലെ മലരാനിരിക്കുന്ന മുല്ലപ്പൂവിനെ പോലെ ഇരിക്കുന്നവളെ ഇതുവരെ ഞാൻ കണ്ടതില്ലടി. ഞെരടിക്കളയും നിന്നെ ഇന്ന് തന്നെ. പക്ഷെ ഇന്ന് നിന്നെ അനുഭവിച്ച എന്റെ ആഗ്രഹങ്ങൾ നിറവേറും. മല്ലേഷ് വന്ന് എന്റെ കാലിൽ വീണിട്ട് പോലും എന്റെ കോപം ഇതുവരെ തീർന്നിട്ടില്ല. പക്ഷേ അതിപ്പോ അവസാനിക്കും. അതെങ്ങനെയാന്ന് അറിയാവൂടി? പറയാം. ഇനി കാണട്ടെ നിന്റെ കണ്ണിലുള്ള ദേഷ്യം. ഇരിക്ക്. രുദ്രാങ്കിലാരും ജീവനോടെ ഉണ്ടാവില്ല. ഇല്ലയോന്ന്? പശുക്കളെല്ലാം ചത്തുപോയി, വയലെല്ലാം വാടിപ്പോയി. ദൈവമേ, ഇതെന്ത് വിധിയാണ്?
ചേച്ചി കുറച്ച് വെള്ളം തരാമോ? വല്ലാതെ ദാഹിക്കുന്നു ചേച്ചി. തൊണ്ടിയൊക്കെ വരണ്ട്, ഞാൻ ചത്തുപോവും. വെള്ളം കുടിക്കാതെ എന്റെ മുത്തച്ഛൻ ചത്തുപോയി ചേച്ചി. മൃഗങ്ങളൊക്കെ ചത്തു കിടക്കുക. കുറച്ച് വെള്ളം താ ചേച്ചി. അപ്പൊ ഞാനും അതുപോലെ ചത്തുപോവാ ചേച്ചി. അമ്മ എണീക്കമ്മ, എന്നെ വിട്ടു പോകല്ലേ അമ്മ. ഭക്ഷണം കിട്ടാനില്ല. കന്നുകാലികളെല്ലാം ചത്തു തുടങ്ങി. രണ്ടു ദിവസം കൂടി ഈ അവസ്ഥ തുടർന്നാൽ നമ്മളൊന്നും ജീവനോടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു തുള്ളി വെള്ളമില്ല. എന്തു പറ്റി രുദ്രാംഗി? ഈ അർദ്ധരാത്രിയിൽ വിളിച്ചു കൂട്ടിയേക്കുന്നേ? ഈ നാടിന് വേണ്ടി ഞാനൊരു തീരുമാനം എടുത്തു. അതെന്ത് തീരുമാനമാ? നാട്ടുകാർ കണ്ണീരൊഴുക്കുന്നത് എനിക്ക് കാണാനാവില്ല. ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. യജമാന്റെ നദി ഈ നാടിന് വേണം. യജമാനെ എന്നെ വേണം. അതായത് എന്താ പറഞ്ഞു വരുന്നേ? ആ യജമാന്റെ കൂടെ പോയി കിടക്കണോ? ഇത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ ഞാനത്ര വലിയവളുമല്ല. അതുകൊണ്ടാ ഞാൻ വീണ്ടും പറയുന്നേ, ഈ നാടിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ നൽകും. തെറ്റാ മോളെ, നീ എടുത്ത തീരുമാനം തെറ്റാ. ഇക്കാര്യം മലേഷ്യേട്ടൻ അറിഞ്ഞാൽ തോര വെട്ടിക്കളയും. രുദ്രങ്കേ, ദേ കേട്ടില്ലേ മലേഷേ? ഇവള് പറയുന്ന എന്താണെന്ന് നോക്ക്. കേട്ടോ രുദ്രങ്കയുടെ തീരുമാനം? എനിക്കും അതന്നെയാണ് ശരിയെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് തെറ്റായി തോന്നിയാൽ എന്റെ രുദ്രങ്കയുടെ തല വെട്ടിക്കളയൂ. ഇതെങ്ങനെ തെറ്റാവും? ത്യാഗമല്ലേ? 1000 ജീവനുകൾ ത്യാഗം ചെയ്യുന്നതിനേക്കാൾ ഇവിടെ ചെയ്യുന്ന ഈ വലിയ കാര്യത്തിന് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കും. നല്ലൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ചേച്ചി, എന്റെ കുഞ്ഞ് രുദ്രങ്കിക്ക് ഒരു വഴികാട്ടിയായി നീ കൂടെ ഉണ്ടാവണം. രാജാവിനെ പോലെ അഹങ്കാരവും ആർത്തിയും ഒരിക്കലും ഉണ്ടാവരുത്. എന്റെ കുഞ്ഞ് ഈ നശിച്ച കൊട്ടാരത്തിൽ വളരാൻ പാടില്ല. ഈ കുഞ്ഞിന് നല്ല പേരുണ്ടാവണമെങ്കിൽ, 4 ആൾക്ക് നല്ല കാര്യം ചെയ്യണമെങ്കിൽ ഈ സ്ഥലത്തെ കുറിച്ച് അവൾ അറിഞ്ഞിരിക്കണം. ഈ മണ്ണിനെ അവള് ജീവന് തുല്യം സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ ഈ മണ്ണിന്റെ വില അറിയൂ. മനുഷ്യരുടെ വിലയും മനസ്സിലാകും. അങ്ങനെ വളരണമെങ്കിൽ എന്റെ കുഞ്ഞിനെ മല്ലേശന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അവൻ എന്റെ കൂടെ പിറക്കാതെ പോയ അനിയന. എന്റെ കുഞ്ഞ് മല്ലേശന്റെ കൂടെയാണ്